ഗുരു പുരുഷാകൃതി പൂണ്ട ദൈവം. ശ്രീനാരായണ ഗുരുദേവൻ ദൈവമോ? ഈ ചോദ്യം കേരളത്തിലെ പൊതുജീവിതത്തിൽ നിന്നും സുപ്രീം കോടതി വരെ എത്തിയിരുന്നു. വിവാദപരമായി മാറിയ ഈ വിഷയത്തെ ആസ്പദമാക്കി അനുകൂലവും പ്രതികൂലവും വിമർശനപരവുമായ നിരീക്ഷണങ്ങൾ ദൃശ്യപത്ര മാധ്യമങ്ങളിലൂടെ മുഖരിതമായി. ഗുരുദേവനെ ആൾ ദൈവമായി അപേക്ഷിക്കുന്നതിനുള്ള ഒരു അവസരമായും ചില നിരീശ്വരവാദികൾ ഇതിനെ ഉപാധിയാക്കി. ആദ്യമായി നാം അറിയേണ്ടത് ശ്രീനാരായണ ഗുരു എങ്ങനെ ഉണ്ടായി എന്നാണ്. ചെമ്പഴന്തിയിൽ വന്നു പിറന്നത് നാരായണനാണ്. തപസ്സാണ് ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്നത് എന്ന് നാം അറിയണം. തപസ്സിലൂടെ സിദ്ധാർത്ഥൻ ശ്രീ ബുദ്ധനായി, യേശു ക്രിസ്തുവായി, മുഹമ്മദ് നബിയായി, ശങ്കരൻ ശ്രീ ശങ്കരാചാര്യനായി, ഗംഗാധരൻ ശ്രീരാമകൃഷ്ണനായി. ഗുരുദേവന്റെ പാരമ്പര്യം നമുക്കിവിടെ കണ്ടെത്താം. ചെമ്പഴന്തിയിലെ നാരായണൻ മരുത്വാമലയിലും മറ്റും ചെയ്ത തപസ്സിലൂടെ നാരായണ ഗുരുവായി, ശ്രീനാരായണ പരമഹംസനായി, അഥവാ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ബ്രഹ്മനിഷ്ഠനായി, പരബ്രഹ്മ സ്വരൂപിയായി, പരമദൈവമായി. നന്ദി.